നമസ്കാരം സാറേ. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ആംബുലൻസ് വെച്ച് ജനിച്ച കുട്ടിയാ. ഇവളുടെ പേര് വിഷ്ണുപ്രിയ എന്നാ. വിഷ്ണുപ്രിയ, നല്ല ഉറക്കാണല്ലോ. അതെ സാറേ. എന്നാ വരട്ടെ സാറേ. എന്താടി? അവൻ ബൈക്ക് കൊണ്ട് എന്നെ ഇടിക്കാൻ വന്നു ഏട്ടാ. ബാബാ നല്ല ഒടുക്കത്തെ ഒരു സൗണ്ടും. എന്തെങ്കിലും ഒന്ന് പറയേട്ടാ. ഗേൾസ്, എനി ഹെൽപ്പ്? ഡാ പോടാ. എന്ത് പറ്റി പുലി? വിക്കിയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. രണ്ട് കിട്ടിയാലും അവൻ അടങ്ങുന്ന തോന്നണേ. ബസ്സിൽ എന്റെ പുറകെ നിൽക്കുന്നുണ്ട് ഏട്ടാ. അവൻ വെള്ളം അടിച്ച് നിൽക്കാന്നാ തോന്നുന്നത്. ബ്രേക്ക് അങ്ങനെ അടിച്ച് അവൻ എന്റെ മേലെ വന്ന് വീഴും. എന്താണ് നിന്റെ പ്രശ്നം? ഓവറായാലുണ്ടല്ലോ അവന് കിട്ടിയത് പോലെ തന്നെ നിനക്ക് കിട്ടും. നോക്കിയോ? വണ്ടി നിർത്തിക്കേ. എടി വാ പോവാ വാ. ഇവനൊക്കെ ചെരുപ്പൂരി തല്ലിയാലേ ശരിയാവും. വിഷ്ണു, എന്തൊക്കെയത്? ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലേ വീട്ടിനകത്ത് വിട്ടത്? അവൻ കാണിച്ച പണി കണ്ടില്ലേ? വളരെ മോശമായി പോയി. മൂട്ടാനെ പിടിച്ച് വീട് കത്തിക്കണമെന്ന് പറയുന്ന പോലെയാണല്ലോ. നിന്റെ ചേട്ടനാണ് അവൻ കൂട്ടുകാരൻ. ഇവനെങ്ങനെ ആലോചിച്ചിരിക്കല്ലോ. ഈ നാളെ കോളേജിലേക്ക് പോ, നിന്നോടൊപ്പം ഞാനും വരാം. എന്താ സംഭവിക്കാന്ന് നോക്കാം. എന്താ പുലി? അവനെന്ത് എങ്ങനെയായി പോയേ? അവനിപ്പോ എവിടെ ഉള്ളത്? വെറുതെ വിടലിടാ. പബ്ലിക് പ്ലേസിൽ വെച്ച് ചെരുപ്പോട്ട് അടിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കയ്യും കട്ടി നോക്കി നിൽക്കായിരുന്നടാ. ഞാനാണെങ്കിലേ അവളെ അവിടെ തന്നെ വെച്ച് വെട്ടി വീഴ്ത്തിയനെ. നീയൊക്കെ വേസ്റ്റടാ. നിനക്കൊന്നും അവളെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാതെ വായടിക്കാന്നല്ലാതെ. അവള് ലോക സുന്ദരിയല്ലേ. ഇത്ര സുന്ദരിയായ പെണ്ണ് ഇവിടെങ്ങാനും ഉണ്ടോ? ഇവൻ ചെന്ന് പല്ല് കാണിച്ച ഉടനെ അവള് ചിരിച്ചോണ്ട് ഓക്കെ എന്ന് പറയുന്ന വിചാരിച്ചു. ആ ഹെഡ് വെയിറ്റിലല്ലേടാ അവള് കളിക്കുന്നേ. അവളുടെ ഭംഗി കളയാടാ. അളിയാ, കോമഡി പറയാതെ വല്ല കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. കമ്പ്യൂട്ടർ, നിനക്കൊരു ദിവസം ഉണ്ടടാ. പബ്ലിക്കിൽ വെച്ച് ചെയ്യോടാ. അതേ ബസ്സിൽ വെച്ച് അവളുടെ മുഖം ഞാൻ ഒരു വഴിയാക്കൂടാ. അപ്പോഴാണ് എന്റെ മനസ്സ് തൃപ്തിപ്പെടുക. ഒരുത്തൻ വരത്തില്ലടാ, ഒരുത്തനും വരില്ല. അവനവനായാലേ അവന്മാർ പേടിക്കുള്ളൂ. ഡൽഹിയില് നടു റോട്ടിലിട്ട് 30 കുത്താ കുത്തിയത്. ആരെങ്കിലും വന്നോ? അല്ല, വരില്ല. എന്താ ചെയ്തോ? വീഡിയോ എടുത്തോ, സെൽഫി എടുത്തോ. പേടിച്ച തൂറികള്. ചെയ്യാടാ, ചെയ്തേക്കാം. ചെയ്യൂലോ അല്ലേ? എന്താടാ ചിന്തിക്കുന്നേ? എന്താടാ ആലോചിക്കുന്നേ? എന്താടാ ആലോചിക്കുന്നേ? അവളുടെ ചേട്ടനെ വിചാരിച്ച് പേടിച്ചു പോയോ? അവനെന്താ അത്ര വലിയ കൊമ്പുണ്ടോ? നമ്മളെ മുട്ടിയേക്കുക. ഞാൻ മുട്ടി നീ കണ്ടിട്ടില്ലല്ലോ. കാണൂടാ, കാണൂടാ, നീ കാണൂടാ. അയാളെയും ഓങ്ങിയൊരു മുട്ടൂടാ. അടിക്കടാ. വേണ്ട ചേട്ടാ, വന്നടിക്കടാ. വേണ്ട, മുട്ടേക്കും. അടിക്കലിന്നേ, അടിക്കലി. അവനെയും വിളിക്കേ. ചേട്ടാ, കമ്പ്യൂട്ടർ ഓടുന്നുണ്ട്. എടാ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് വന്നേ. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. എടാ, നിന്നെ കണ്ടറിയ ക്രിമിനലാണെന്ന്. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ നിൽക്ക്. നീയും വാ. സേവ്യറേ, ആ, ഇവരവിടെ കൊണ്ടുവന്ന് യാത്രയാക്കിട്ട് വാ. ഞാനിപ്പോ വരാം. ആ, ഞാൻ നോക്കിക്കോളാം. നടക്കണേ. നടക്കാൻ തിരിഞ്ഞു നോക്കരുത്. നടന്ന മര്യാദയ്ക്ക്.
എൻ്റെ പെങ്ങളായതുകൊണ്ട് മാത്രമല്ല, അവിടെയുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് നീ ഇതുപോലെ പെരുമാറിയാലും ഞാനിവിടെ എത്തും. ഒരു പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ അവളുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ സമയം കളയണേ? ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യ്. ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒരിക്കലും നമ്മുടെ മുഖം നോക്കിയിട്ടല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടാ. നീ നല്ലവനായിരുന്നു, പക്ഷെ നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ഇപ്പൊ പാതി ബോധമേ ഉള്ളൂ. മുഴുവൻ ബോധമുള്ളവൻ നിന്റെ കയ്യിൽ കത്തിയോ കടാരോ എന്തെങ്കിലും എടുത്ത് തരും ചെയ്യും, നീ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല. എനിക്കെൻ്റെ പെങ്ങൾ തന്നെയാണ് വലുത്. അതിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടം എനിക്ക് നിന്നെ. ഒരുപാട് ഒരുപാട്. സംരക്ഷിക്കേണ്ട നമ്മൾ തന്നെ എല്ലാം നശിപ്പിക്കാൻ നോക്കിയാലോ? പാവം അവറ്റെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? പെമ്പിള്ളേരെ ബഹുമാനിക്കാൻ പഠിക്കേ. അവർ നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആണുങ്ങളെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് 4 പേർക്ക് ഉപകാരത്തോടെ ജീവിക്കേ. ഒരു മനുഷ്യൻ മരിച്ചെന്ന് പറയുന്നത് അവൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ മാത്രമല്ല, അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ ലോകത്തിൽ നിന്ന് മായുമ്പോൾ കൂടിയാണ്. അടുത്ത തലമുറയും നമ്മളെ ഓർത്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കുടിച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ് അതൊക്കെ. നോക്ക്, നീ എന്ത് കണ്ടിട്ട് എൻ്റെ കൂടെ കൂട്ടുകൂടിയെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്റെ അടുത്ത് സ്നേഹത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. ഒരു തെറ്റ് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ അത് നമുക്ക് തിരുത്തിക്കൂടാ. ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കോ? അനുസരിക്കോ? എനിക്കത് മതി. വാ. നിങ്ങളൊക്കെയല്ലേ വലിയ കൂട്ടുകാർ. നിങ്ങളുടെ കൂട്ടുകാരനൊരു പ്രശ്നം ഉണ്ടായാൽ 2 ഭാഗത്തും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഐഡിയകൾ പറഞ്ഞു കൊടുത്ത് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണ്ടേ? അതിൻ്റെ പേരാടാ കൂട്ടുകെട്ടുന്നത്. ഇത് വേണ്ടാത്തൊരു കൂട്ടുകെട്ടാ. പുലിയേ, ഇവനുണ്ടല്ലോ, ഓസിയിൽ വെള്ളം അടിക്കാനും ബിരിയാണി തിന്നാനും പിച്ചെടുക്കുന്നവന്മാരാ. ഈ നടുക്കിരിക്കുന്നവനുണ്ടല്ലോ, ഇതിന്റെ മെയിൻ ആണ് ഇവനാണ്. നിന്റെ പെങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നീ ഇതുപോലെയാണോടാ പെരുമാറാ? കൃഷ്ണഭക്തിയായ മേരിയുടെ പ്രേമം മുതൽ ഇവിടെയുള്ള സാധാരണ പെൺകുട്ടികളുടെ പ്രേമം പോലും നടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരൊക്കെ ആസിഡ് എടുത്ത് ഒഴിക്കാൻ നിന്നാൽ ഈ നാട്ടിലുള്ള ആമ്പിള്ളേരൊക്കെ മുഖമില്ലാതെ നടക്കേണ്ടി വരും ഇതിലൊക്കെ. കാരണം സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവരെപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് മാത്രമാണ് ഇപ്പോഴും അത് മനസ്സിലാവാത്തത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പെണ്ണിനെ പിന്നാലെ നടന്ന് പ്രേമിക്കുന്നതും മറ്റൊരുത്തിനെ ഉറപ്പിച്ച് വെച്ച പെണ്ണിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രേമിക്കുന്നതും സിനിമയ്ക്ക് വേണമെങ്കിൽ നല്ലതായിരിക്കാം. യഥാർത്ഥ ജീവിതത്തിൽ ചെയ്താൽ അത് പാപാ. അതൊരിക്കലും ചെയ്യരുത്. അകത്ത് പിശാച കിടക്കണത് ഇങ്ങനെയൊന്നും പറഞ്ഞ ഉമാർക്ക് മനസ്സിലാവൂല. പുലി, നിങ്ങൾ കുറച്ചു നേരം പുറത്തു പോയി നിന്നേ. നന്നായിട്ടൊന്ന് കുളിപ്പിച്ചു വിട്ടാൽ മതി. ഇനി ഒരുത്തിന് പോലും ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കരുത്. നീ ഐഡിയ കൊടുക്കാന്ന് അറിഞ്ഞാണ്ടല്ല. അവിടെ ഒരു ഒപ്പിട്ടേക്ക്. എന്താ അമ്മേ, ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടുള്ളോ? അതെ, അവൻ മന്ത്രിയാ, ഞാൻ മന്ത്രിയാ. അങ്ങേര് തന്നെയാ മന്ത്രി. പുള്ളിക്ക് എന്താ ഇത്ര സംശയം അതിനെ ചൊല്ലി? ഒരു നല്ല കോൺട്രാക്ട് ഫയലാ. സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. ഇനി വരേണ്ടതെല്ലാം ഇങ്ങോട്ട് വന്നോളും. ഈ തവണ നിങ്ങൾക്ക് 1/2 കിലോ സ്വർണ്ണമാ. ഒപ്പിടാൻ പറ. ഒപ്പിട്ട് കൊടുക്ക്. അപ്പൊ എനിക്ക് നിനക്ക് പിന്നെ ഉണ്ടാവില്ലേ? നീ ഒരു 1/4 കിലോ വെച്ചോ. ശരി. ഇങ്ങോട്ട് നോക്ക്, കാണുന്നവരെന്നെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെയുള്ളവരെല്ലാം ഗുണം പിടിക്കാതെ പോകും. ശരി ശരി. അവധിപ്പെട്ട് അനാഥരായി കരഞ്ഞ കണ്ണീരോടെ ചില്ലിക്കാശിന് പ്രയോജനമില്ലെന്ന് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നമ്മച്ചിയെ, പഠിച്ചതെല്ലാം പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ പറ. കയ്യടി കിട്ടും. വീട്ടിലെന്തിനാ ഇതൊക്കെ? അത് ശരി. ആട്ടെ, അനിയനെതിയെ? കുറച്ച് ദിവസമായിട്ട് അവൻ ആരോട് സംസാരിക്കുന്നില്ല, റൂമൊന്നും പുറത്തു വരുന്നില്ല. മുരുകൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്. എന്തോന്ന്? ഇരിക്കേ. ഇരിക്കാൻ. അതെ, അച്ഛനുള്ള ടർക്കി കോഴിയുടെ ബിരിയാണി റെഡിയാണോ? ചൂടായിട്ടുണ്ട്. ശരി, ഒപ്പിട്ടെ. ആ ബിരിയാണി ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ നോക്ക്. ശരീരം സൂക്ഷിക്കേ. നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങളൊപ്പം ഞാൻ ഇടേണ്ടി വരും. എന്താടാ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്നെ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടുവോ? പുറത്തേക്ക് പോകൂ. എന്താടാ പറ്റിയേ? അറിയില്ല ചേട്ടാ,
ഒന്നും പറഞ്ഞില്ല. എങ്കിൽ ചോദിക്കേ. ചേട്ടാ എന്താണ് നീ? ജയകുമാറേ, കേസാണോ? ആ ജംഗ്ഷനിൽ എന്താ ആക്സിഡന്റ് ആണത്രേ. ശരി, വേഗം ചെല്ല്. പോ. ഈ സംഘം തുടങ്ങിയിട്ട് 4 മാസമായി. ആ കള്ളനെ ഒരിക്കലും പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ള സാധനം എന്നെ തന്നെ വന്നാ ഉറച്ചിക്കൊണ്ട് പോണത്. അതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. സേവിയറേ, നീ പെറുപെറുക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിനൊന്നും ഒരു കുറവുമില്ല. അതും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വെളുത്തതെന്തോ ഓടുന്നുണ്ടെന്ന് പറയുന്നില്ലേ, അതിനെ നമ്മളിന്ന് പിടിക്കും. പോരെ? അപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല? ഞാൻ കാണണ്ടേ? അതിനെന്നെ കാണിച്ചതാ, ഞാൻ വിശ്വസിക്കാം. നോക്കിയേ, അതിന്റെ ഉള്ളിലേക്ക് പോട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമായോ? എല്ലാ ദിശയിലേക്കും 2 പേര് വെച്ച് പോകണം. ഗാന്ധിനെ ചുറ്റും നമ്മളുണ്ടാവണം. ആ വെളുത്ത രൂപത്തിൽ പിടിച്ചേ പറ്റൂ. ഞാൻ വരണില്ല. ഇനി ഒരു അറ്റാക്കിന് കൂടി ഞാനില്ല. സേവിയറെ, ഒറ്റയ്ക്കിരുന്ന നീ വെറുതെ പേടിക്കും. മര്യാദയ്ക്ക് ഞങ്ങളോട് വാ. വേണ്ട പുലി, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നെ കണ്ടാലേ അതിന് ഉറച്ചാണ്ട് പറ്റില്ല. ഞാൻ പിടിച്ചു, എനിക്ക് പിടികിട്ടി. വേഗം വാ. പുലിയെ, അതിനെ പിടിച്ചു നിർത്തോടെ. ഞാൻ 2 കൊടുക്കട്ടെ. എന്താ പുലി വിട്ടുകളഞ്ഞല്ലേ? അത് ഓടിപ്പോയി. നിങ്ങൾക്ക് എന്ത് പറ്റി പുലി? അതാരാണെന്നറിയോ? ആരാ പുലി? നമ്മുടെ ബാലാമണി ടീച്ചർ. എന്തേ? നമ്മുടെ ബാലാമണി ടീച്ചറാ? പകലില് പാൽപായസം പോലെയാ, രാത്രിയായി കഴിഞ്ഞാൽ പട്ടച്ചാരയം പോലെയാണല്ലോ പോണത്. ഈശ്വര, ഒരു ഭാഗത്തേക്ക് അവന്റെ ചേച്ചി, ഇതൊന്നും അറിയാതെ അവൻ ഈ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. എന്തൊരു ലോകം അത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് പെമ്പിള്ളേരെ കുറിച്ച്. എങ്ങനെ മിസ്സായാണ്ടല്ലോ, പിന്നെ ഭാവി ജീവിതം ചിന്തിക്കാനേ പറ്റില്ല. ഇത് എന്തോ ബാധ കരുതാണെന്നാ തോന്നുന്നത്. അത് നമുക്ക് കുറച്ച് കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യാം. ആ ഡീല് നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ പുലി. സൂരസംഹാര ഭദ്രകാളിയാണ്, സാധാരണക്കാരിയല്ല. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. ആ അമ്പലത്തിന്റെ അകത്തേക്ക് പ്രേതബാധ്യതയുള്ള ആർക്കും അകത്തേക്ക് പോകാൻ കഴിയില്ല. ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആ നിമിഷം തന്നെ തിരിച്ചടിക്കും. അല്ല, പെട്ടെന്ന് എന്താ അമ്പലത്തിൽ പോവാൻ? അമാവാസി നല്ലൊരു ദിവസം. ഓ, പുലിയേ, ദേ വരണുണ്ട്. അവരുടെ നടത്തം കണ്ടില്ലേ? വരണ്ട്. കാല് വെക്കട്ടെ, അപ്പോഴല്ലേ. എന്താ ഇത് അമാവാസ്യയായിട്ട് സർവ്വസാധാരണത്തെ പോലെ അകത്തേക്ക് പോകുന്നത്? നിങ്ങളുടെ അച്ഛനല്ലേ പറഞ്ഞ് ചുരുട്ടി കൂട്ടി കളയുന്നു. ഇത് കുറച്ച് ശക്തി കൂടിയ ബാധയാണെന്നാ തോന്നുന്നത്. ഇതെന്താ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കണത്? എന്നെ എങ്ങനെ ചവിട്ടിക്കൂട്ടി കളയോ? പുലി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പുലി, ഓടിവാ. ഇതെന്താ വാണം വിട്ടമാരി പോണത്? ദേ അകത്തേക്ക് പോയല്ലോ. ചിലപ്പോ രാത്രി മാത്രമേ ബാധയുള്ളെങ്കിലോ? ഇതിലെന്തോ ഉണ്ടല്ലോ. എന്തൊക്കെയായാലും ആ പെണ്ണ് രാത്രിയിൽ ഉറക്കത്തിന് ഓടാൻ പാടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഈ മന്ത്രിച്ച എൽസ് അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ അരയെ കെട്ടാൻ നോക്ക്. ഇത് കൊണ്ടുപോയി നിന്റെ ഏട്ടന്റെ അറിയിക്കട്ടെ. ഇത് ശരിയാവുന്ന തോന്നണില്ല. എന്തായി? സംഘത്തിന്റെ ഉദ്ദേശം വേറെയാ, അത് മറക്കണ്ട. പ്രേതമായി ഓടിയതേ നിന്റെ ഏട്ടനെ പിടിക്കാനാ. ഇത് പറഞ്ഞില്ലല്ലോ. ഓടുന്ന സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നാലെ ഓടിയാനെ.
പറയാനുള്ള അവസ്ഥയിലായിരുന്നല്ലോ. എപ്പോ കണ്ടാലും 4 എണ്ണം കൂടെ ഉണ്ടാവും. പോരാതെ എന്റെ അനിയൻ വൈകുണ്ഠവും ഉണ്ട് കൂടെ. ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനാ ആ ഓട്ടം ഞാൻ ഓടിയേ. മനസ്സ് നിറഞ്ഞൂട്ടാ. ചെല്ല്, നീ വീട്ടിലേക്ക് ചെല്ല്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ചെല്ല്. എന്നെ പായിപ്പിക്കാണല്ലേ? ഡേയ്, അമ്പലത്തിൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് വേണം, അല്ലാണ്ട് ഇവിടെ കിടക്കാൻ നോക്കല്ല. പോ 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 പോ, നോക്കി പോ. അത് പിന്നെ ഈ പ്രായപൂർത്തിയായ പെമ്പിളര് ഇവിടെ നട്ടപ്പാടി. നിന്നും സംസാരിക്കാൻ പറ്റില്ല. രാത്രി വരാം, അപ്പൊ സംസാരിക്കാം. എന്തേലും 2 വാക്ക്. ശരി ഏലസ്. വരട്ടെ. ആ ഏലസ് നിങ്ങൾ തന്നെ കെട്ടിക്കോ. അങ്ങോട്ട് മുറുക്കി കെട്ട്. നമ്മുടെ സംഘത്തിന്റെ ഉദ്ദേശം എന്താ? അതാ മോഷ്ടാവിനെ പിടിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കണത്? എടാ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കാൻ പാടില്ല. എടുക്കണ്ട പുലി. അങ്ങനെ പറ. അത് അമ്പലത്തിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞല്ലോ. രാത്രിയിൽ വന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാന്നും പറഞ്ഞു. ഡീൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയാലേ നമ്മുടെ ടീച്ചറെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂലോ. ഡീൽ ചെയ്യാൻ വിധത്തിൽ അത്ര ക്ലോസ് ആയല്ലേ? അത് പിന്നെ കുറച്ച് നടക്കട്ടെ നടക്കട്ടെ. നോക്ക്, അതിന്റെ അകത്ത് കയറി പോട്ടുണ്ട്. അതിന് ഞാൻ പുലിയേ, എന്റെ ഏരിയക്ക് മാത്രം വരാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കും. അങ്ങനെ സംഭവിച്ചാ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ, ഒന്ന് തന്നാണ്ടല്ലോ ആ മാസ്ക് കഴിച്ചേ. ആദ്യം ഓടി പോലെ ഓടാൻ നോക്കണം നീ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനിരിക്കുന്ന വട്ടാണോ? പാതിരാത്രി എഴുന്നേറ്റ് നടന്നല്ലേ വരിക? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കാണുമ്പോഴാണ് ഓടാൻ തുടങ്ങുന്നത്. ഞങ്ങളുടെ സംഘം അത്രയും ഭീകരമാണ്. അതിരിക്കട്ടെ, എന്റെ അനിയൻ വൈകുണ്ഠം കണ്ടില്ലല്ലോ. മറ്റാരും കാണുന്നില്ല. സേവർ അതൊക്കെ നോക്കിക്കോളും. എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ വന്നേ. രാത്രി ഒരു കാര്യം പറയാന്ന് പറഞ്ഞില്ലേ, എന്താ അത്? അതിപ്പോ 6 മാസമായി ഫോളോ ചെയ്യാ. ആരെ? നിങ്ങളെ തന്നെ. എന്റെ ദൈവമേ, ആമ്പിളേര് പെമ്പിളേരെ നോട്ടിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് 6 മാസമായിട്ട് നീ എന്റെ പിന്നിൽ വന്നിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. മുഖത്തെങ്ങാൻ നോക്കിയാലല്ലേ മനസ്സിലാവും. ഓടിക്കൊണ്ടേയിരുന്ന അതാണോ നീയും കൂടെ ഓടിക്കൊണ്ടിരിക്കണേ? അല്ല, പാതിരാത്രി ഞങ്ങൾ തന്നെ പേടിച്ചിട്ട് പുറത്തിറങ്ങണേ. നിനക്ക് പേടിയില്ല? നിങ്ങളല്ലേ കൂടെ ഉള്ളത്. നിന്നെ കണ്ടിട്ടാ ഞങ്ങൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കണേ. നല്ല നേരത്തിന് നീ എന്റെ കയ്യിൽ പെട്ടത്. വേറെ ആരുടെയും കൈ പെട്ടാലോ? എന്തായിരുന്നു അവസ്ഥ? ഹലോ, നിങ്ങൾ എന്താണ് പേടിപ്പിച്ച് പിടിച്ചമാര് സംസാരിക്കുന്നേ? ഞാനാ നിങ്ങളെ പിടിച്ചത്. വല്ലാണ്ട് ഒച്ചയിൽ സംസാരിക്കണ്ട, നല്ല കീറിമിടിക്കുന്നേ. എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താ ഇത്രയും നാളെ കല്യാണം കഴിക്കാത്തെ? ആരെയും കിട്ടിയില്ല. ഉള്ളതാന്നേ, ആരെയും കിട്ടിയില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. പോയി കഴിഞ്ഞപ്പോ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരില്ല ഉണ്ടായി. അത് മാത്രമല്ല, സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കുന്നേക്കാള് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാത്തിരിക്കാനതൊരു ഭാഗ്യ. ആ ഭാഗ്യം വന്നു നിൽക്കണേ. ഒരുപാട് സന്തോഷമായി. പിന്നെ 6 മാസം ഇങ്ങനെ കളിപ്പിക്കാതെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ വയറ്റിലൊരു 6 മാസമുള്ള കുഞ്ഞു വാവേണ്ടായിരുന്നു. ശരി, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കും അധികം കാത്തിക്കാൻ പറ്റില്ല. വീട്ടിലേക്ക് വേഗം വാ. വാ, ഇപ്പൊ തന്നെ പോവാ. അതെ, നിങ്ങളുടെ അച്ഛനെ കൂട്ടിയിട്ട് വന്ന് എന്റെ അച്ഛനോട് സംസാരിക്കേ. അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. സത്യമായിട്ടും ശരിക്കും? സത്യം തന്നെയാ. ശരി, പോവാൻ നോക്ക്. വന്നല്ലോ. ചെല്ലാൻ നോക്ക്. ആളായി പോണോ പ്രേതായി പോണോ? പ്രേതായിട്ട് പോ. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോ. ഇട്ടുകൊണ്ട് പോവാൻ നോക്ക്. ഓട്, അവരെ കണ്ണിൽ. ആര് എന്തൊക്കെ പറഞ്ഞോ? അത് വിദേശത്തുള്ളൊരു പ്രേത. അതാണ് നമ്മുടെ സംഘത്തിന്റെ ഉദ്ദേശം. അത് ഈ 6 വർഷങ്ങൾക്ക് മുമ്പ് മുക്കൂര് ഒരു ആക്സിഡന്റ് നടന്നില്ലേ, ഒരു ജർമ്മനി എന്നുള്ള ഒരു പെണ്ണ്? അതെ, ആ ആത്മാവായത്. അതിന് ആസ്പത്രി കൊണ്ട് ചേർത്തപ്പോ ജീവനുണ്ടായിരുന്നല്ലോ. അത് ഡോക്ടർക്ക് എന്തോ കൈപ്പിട പറ്റിയതാന്നാ പറഞ്ഞത്. അങ്ങനെ മരിച്ചു പോയതാ. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ അന്വേഷിച്ചല്ലേ പോണ്ടത്? അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് 3 മാസം മുമ്പ് അയാളെയും കൊണ്ടുപോയി. ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേക്കണത്? നന്ദി പറയാമെന്ന് നമ്മൾക്ക്. അത് 6 വർഷത്തിന് ശേഷം. അഡ്രസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാണ്ട് ഒരുപാട് സങ്കടപ്പെട്ടത്. വിടുന്നില്ലല്ലോ. എനിക്കൊരു സംശയമുണ്ട് പുലി. അതെന്താ? ജർമ്മനിയിലെ പ്രേതത്തിന് മലയാളം എങ്ങനെ അറിയാം? 6 വർഷം ഇവിടെ ചുറ്റി തിരിഞ്ഞ ഭാഷ പഠിക്കാൻ പറ്റില്ലേ? അല്ല, എന്താ ഡീല് പറഞ്ഞത്? അത് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ടീച്ചർ വിട്ട് പോവാന്ന്.
അല്ല പുലി, ടീച്ചറിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞേക്ക്. അത് എന്നോട് കേട്ടാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? സേവിയറേ, സേവിയറേ, എനിക്ക് ഇടയ്ക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. വാ പോവാൻ നോക്കാം. ഇനി വെറുതെ ഉറക്കം ഉളയ്ക്കണോ? എനിക്കെല്ലാം അറിയാം ചേച്ചി. ചേച്ചിയുടെ രക്ഷയ്ക്ക് വേണ്ടിട്ടാ അവിടേക്ക് ചുറ്റി തിരിയുന്നത്. എനിക്ക് അയാളെ ഇഷ്ടാ. എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ അച്ഛനെ പുള്ളി കൺവിൻസ് ചെയ്യും. പക്ഷേ നമ്മുടെ അച്ഛനെ കുറിച്ചാ. അതെല്ലാം എനിക്ക് വിട്ടിക്ക്. ഡോണ്ട് വെറി, ഐ വിൽ മാനേജ്. ഇവളാണോ? ഹായ്. ഹായ്. പറഞ്ഞിരുന്നില്ലേ? എന്താ ചെയ്യാ? ശരി. അടങ്ങിയിരിക്കെ. എന്തേത് ആവശ്യമുള്ളവൻ ഒരു റിയാക്ഷൻ കൊടുക്കാതിരിക്കണം. ഈ പേര് ശ്രദ്ധിച്ചായിരുന്നോ? തർക്കം. നോക്കാലോ, ഇതിന്ന് എങ്ങനെ ജയിച്ചു വരാന്ന് നമുക്കൊന്ന് കണ്ടറിയാലോ. തുടങ്ങാൻ പറ. എന്റെ മോൻ വിഷ്ണു മിലിറ്ററി ബോർഡറിൽ നാട് രക്ഷിക്കുന്ന പണിയായിരുന്നു. 4 കൊല്ലം ഉണ്ടായിരുന്നു. അവന്റെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. തക്ക സമയത്തിൽ ആംബുലൻസ് വന്നിരുന്നെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പിന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി അവൻ മിലിറ്ററി പണി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നു. ശമ്പളം കുറവാണെങ്കിലും സമാധാനം കിട്ടുന്ന ജോലിയാണേ. സമാധാനമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 2 കിലോ അരി വേണമെന്നും പറഞ്ഞ് കടയിൽ പോയി ചോദിച്ചാൽ ഫ്രീ ആയിട്ട് തരുമോ? അത്യാവശ്യത്തിന് പണമൊക്കെ ഉണ്ട്. ആവശ്യമില്ലാതെ പണം സമ്പാദിച്ചു വെച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ജീവിതത്തിൽ അത്യാവശ്യം സമാധാനം. ആ ശരി, എന്റെ മോൻ ഇതുവരെ 1000 പേരെ ജീവനിൽ രക്ഷിച്ചിട്ടുണ്ടാവും. 1362. എല്ലാം കൃത്യമായിട്ട് തന്നെയാണല്ലോ പറയുന്നേ. ഈ പ്രശ്നം തീരുന്നു തോന്നുന്നില്ല. ഒട്ടും പരിചയമില്ലാത്ത ഓരോരുത്തരും അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എന്ന് അവനോട് പറയും. അത് കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ? ഇതുവരെ ഇവന്റെ ആംബുലൻസ് 146 പ്രസവം നടന്നിട്ടുണ്ട്. പെൺകുട്ടി ജനിച്ചാൽ വിഷ്ണുപ്രിയ, ആൺകുട്ടി ജനിച്ചാൽ വിഷ്ണു പ്രിയൻ എന്നാ പേര് വെക്കാറുള്ളത്. പേര് വെച്ചാ അരി കിട്ടുവോ? ഇയാൾക്ക് എന്താ ചെട് കേൾക്കില്ലേ? എന്താ ചെയ്യണ്ടേ? ഇനിയും കുറച്ച് കയറ്റി പറയാൻ പറ. കുറച്ചുകൂടെ പൊക്കി പറ. നമ്മൾ കാരണം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്ന് വിചാരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവൻ ചെന്ന് നോക്കും. 2 പേര് സ്നേഹത്തിലാന്നറിഞ്ഞാൽ അവരെ യോജിപ്പിക്കാൻ എന്തും ചെയ്യും. മകന്റെ കഴിവിനെ കുറിച്ച് അച്ഛൻ പ്രസംഗിക്കുന്ന കേട്ടില്ലേ? എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂത്തവരെ നല്ലപോലെ ബഹുമാനിക്കും. ഒരു സ്ത്രീയെ ദേവിയെ പോലെയാണ് കരുതുക. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്നവനാ. എന്താടാ ഒരു റിയാക്ഷനും ഇല്ലല്ലോ? കോരിയിടാണെന്നുള്ളതേ ശരിക്കും മനസ്സിലായി. ഡാടാ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവൻ തന്നെ അത് ചികിത്സിച്ച് ശരിയാക്കുന്നേ. ആളൊരു ചെറിയ വൈദ്യനാ. എന്താടാ പറഞ്ഞു നിന്റെ പണിയും കൂടി ഇത് ചേർത്തോ? അത് ശരിയാണല്ലോ. അയാൾ ഡ്രൈവർ അല്ലേ? ഡ്രൈവർ ഒന്നും പറയാൻ പാടില്ല, പൈലറ്റ്. നീ മിണ്ടല്ലേ. വണ്ടി ഓടിച്ചോണ്ട് എങ്ങനെയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക? കണ്ടുപിടിച്ചു. ദാ അവന്റെ മോന്ത കണ്ടില്ലേ? ഇവനൊക്കെ ചികിത്സിക്കുന്ന മുഖമാണോ? എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതങ്ങൾ ചെയ്യും അല്ലടാ. ഇതിലും ഭേദമായിട്ട് മൊത്തം കാറ് തുപ്പുന്നായിരുന്നു. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സമ്മതമാണോന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോളണം. എടാ വൈകുണ്ഠം, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇല്ല, എന്തോന്ന്? ഇവിടെ നിങ്ങൾക്ക് പെണ്ണൊന്നുമില്ല. ആരാ ചോദിച്ചില്ലേ? ഇയാളെന്താ ഈ ചാനലിനെ കുത്തിയിരിക്കുന്നത്? മാന്യന്മാർ അവമാനിക്കാൻ ശ്രമിച്ചാണല്ലോ. ഞാൻ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞ നീ? അങ്ങനെ എന്നോട് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറ. ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇഷ്ടമാണ്. എന്നിട്ട് താളി കേട്ട് ബാക്കി കാര്യം പിന്നെ നോക്കാം. നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്ന് കരുതിയാ നിങ്ങളോട് ഞാൻ പെണ്ണ് ചോദിക്കാൻ വന്നത്. ഇതിന്റെ ഉത്തരം ശരിക്കും നിങ്ങളാണ് പറയേണ്ടത് അല്ലേ? എന്നിട്ട് ഒരു പീക്കിരി പൈനെ കൊണ്ട് ഞങ്ങൾ അപമാനിക്കുക. കൊണ്ട് വരാനാവളെ താല്പര്യമുണ്ട്. അടുത്ത മുഹൂർത്തത്തിലെ കല്യാണം. എങ്ങനെയുണ്ട്? ഇതെല്ലാം എന്റെ ഐഡിയ ആണ്.
നല്ല കളിക്കാലല്ലേ മീന് കിട്ടുള്ളൂ. എഞ്ചു